2011 ഉമ്മൻചാണ്ടി സർക്കാർ ജനകീയമായ ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്തതായി തീർച്ചയായിട്ടും നമുക്കിന്നും അതിൻ്റെ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാം. അതിവേഗം, ബഹുദൂരം തുടങ്ങിയ പദപ്രയോഗങ്ങൾ. പക്ഷേ 2016 അതൊന്നും ഫലവത്തായില്ല. അതിന് വേറെ കാരണങ്ങൾ ഉണ്ട്. സോളാറുമായി ബന്ധപ്പെട്ട്, ബാർക്കോഴയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി ആരോപണങ്ങളും ഒക്കെ തന്നെ ആ സമയത്തുണ്ടായി. അതൊക്കെ തന്നെ വലിയ തോതിൽ അന്നത്തെ UDF സർക്കാരിന് തിരിച്ചടിയായി. 2016 പിണറായി വിജയൻ ഒന്നാം LDF സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. ഇദ്ദേഹം ജനകീയമായ, അതായത് ഓരോ മേഖലകളിൽ ചെന്നിട്ട് നേരിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ കേട്ട്, ഇപ്പോൾ ഒരു ടൗണിൽ ചെന്നിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടെ കുറേ ആൾക്കാർ ഒരു സദസ്സിന് ഇടയിൽ നിന്ന് പ്രശ്നങ്ങളുമായി വരുന്നു, അതിൻ്റെ പരാതിയുമായി വരുന്നു. അതൊക്കെ അന്നേരം തന്നെ ഒപ്പിട്ട് കൊടുത്ത് പരിഹരിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത നടപടിയിലേക്ക് കടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദനും ഇത് തന്നെ ഉണ്ടായിരുന്നു. സുതാര്യ കേരളം എന്ന പരിപാടി, അത് ദൂരദർശനിലാണ് അത് സംപ്രേഷണം ചെയ്തത്. പക്ഷേ ഉമ്മൻചാണ്ടി അത് നേരിട്ടാണ് നടത്തിയത്, മറ്റേത് ഒരു സ്റ്റുഡിയോയിലിരുന്നായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശനും ഇത്തരത്തിൽ ഒരു നടപടി ആദ്യം, അതായത് ഇതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ ശേഷമുണ്ടായ കാര്യങ്ങളാണ്, ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത്തരം ഒരു പരിപാടി വെച്ചാൽ നന്നായിരിക്കും എന്ന അഭിപ്രായം ഒരു പ്രേക്ഷകൻ, കർമ്മ ന്യൂസിൻ്റെ ഒരു പ്രേക്ഷകൻ വിളിച്ച് എന്നോട് പറഞ്ഞു. വ്യക്തിപരമായി എനിക്കറിയാവുന്ന വ്യക്തിയാണ്, കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹം പറയുന്നതാണ്, തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും പറ്റിയില്ലെങ്കിലും എല്ലാ ജില്ലകൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് സഹകരിച്ച് ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്ന, അതായത് ഇതുവരെ പരിഹരിക്കാതെ ഈ ചുവപ്പ് നാടകളിൽ ചുറ്റിക്കിടക്കുന്ന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാനുള്ള ഒരു നടപടി എത്രയും പെട്ടെന്നുണ്ടാകണം. ഒരു 10 എണ്ണം വന്നാൽ അതിനകത്തൊരു 5 എണ്ണമെങ്കിലും പരിഹരിച്ചാൽ, അല്ലെങ്കിൽ 4 3 എണ്ണമെങ്കിലും പരിഹരിച്ചാൽ തീർച്ചയായിട്ടും അത് ഒരു ഗുണകരമായ ഒരു നേട്ടമായിട്ട് സർക്കാരിന്, UDF സർക്കാരിന്, പുതിയ സർക്കാരിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. മാത്രമല്ല, പാവപ്പെട്ട നിരവധി പേരുടെ പ്രതിസന്ധികളൊക്കെ തന്നെ മാറുകയും ചെയ്യും. ഇപ്പം കൃത്യമായി പെൻഷൻ കിട്ടാത്തവർക്ക്, അല്ലെങ്കിൽ ഇത്തരം ഫയലുകളൊക്കെ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാത്തവർക്ക്, ചികിത്സാ സഹായം കിട്ടാത്തവർക്ക്, PSC ഇതിലും പേര് വന്നിട്ടും ജോലി വൈകുന്നവർക്ക്, അതുപോലെ കാലങ്ങളായിട്ട് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിട്ട് സ്ഥിര നിയമനത്തിന് അർഹതയുണ്ടായിട്ടും അതൊന്നും കിട്ടാത്തവർക്ക്, യുവാക്കൾക്ക്, അതുപോലെ പാവപ്പെട്ട പിന്നെ പിന്നാക്ക വിഭാഗങ്ങൾക്ക്, ഗോത്ര വിഭാഗങ്ങൾക്ക്, അവർക്കൊന്നും കാര്യമായ പദ്ധതികൾ ഉണ്ടെങ്കിലും അവരിലേക്ക് അതൊന്നും എത്തുന്നില്ല. അതൊക്കെ തന്നെ പരിഹരിക്കാനുള്ള ഒരു നീക്കം പുതിയ മുഖ്യമന്ത്രിയിൽ നിന്ന്, VD സതീശനിൽ നിന്ന് ഉണ്ടാകണം എന്ന ആഗ്രഹമാണ് ആ വ്യക്തി പ്രകടിപ്പിച്ചത്. തീർച്ചയായിട്ടും ആലോചിച്ചപ്പോൾ അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി. ഇത് പ്രായോഗികമാക്കേണ്ട, അതായത് ഇത് പ്രയോഗതലത്തിൽ വരുത്തേണ്ട ഒന്ന് തന്നെയാണ്. ഒരു 6 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു വർഷത്തിനകമോ ഇത്തരം ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട്, PR വർക്കല്ല, നവകേരള സദസ്സ് പോലെ പൗരപ്രമുഖരുടെ കൂടെ ഇടിയപ്പവും കിഴങ്ങേറിയും കഴിക്കുന്ന പരിപാടിയല്ല ഇത്. ഉമ്മൻചാണ്ടി, നമുക്കറിയാം, ഞാൻ കോട്ടയത്ത് വന്നപ്പോൾ, OC വന്ന ആ സമയത്ത്, ഞാൻ അന്ന് മറ്റൊരു മാധ്യമത്തിന് വേണ്ടി അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോയ സമയത്ത് അദ്ദേഹം രാവിലെ ഒരു ചായ കുടിച്ചതാണ്. ഏതാണ്ട് 3 മണിയായി ഞാൻ ചെല്ലുമ്പോൾ. 3 മണി വരെ ആ മനുഷ്യൻ ആകെ 2 ഗ്ലാസ് പച്ചവെള്ളമാണ്, സാധാരണ വെള്ളമാണ് കുടിച്ചത്. രാവിലെ ഒരു ചായ കുടിച്ചതാണ്. 6 മണിക്ക് ഒരു ചായ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്, പുതുപ്പള്ളിയിൽ നിന്ന് കുടിച്ചിട്ട് വന്നതാണ്. പിന്നെ 3 മണിയായിട്ടും ഒരു വറ്റ് ചോറ് കഴിക്കുകയോ എന്തെങ്കിലും കഴിക്കുകയോ ചെയ്തിട്ടില്ല. ഊർജ്ജസ്വലനായി ആ പ്രായത്തിലും അദ്ദേഹം അവിടെ നിന്ന് ആ ജനകീയ സദസ്സിൽ ആൾക്കാരുടെ പരാതി കേട്ട് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് തന്നെ ഏതാണ്ട് 700-ലധികം പരാതികൾ അന്ന് തന്നെ വന്നു എന്നാണ് അന്നത്തെ ഒരു കണക്ക്, ഞാൻ പോയ ദിവസത്തെ കണക്ക്. അപ്പോൾ അതുപോലെ ഒരു ജനകീയമായ ഒരു സദസ്സുകൾ സംഘടിപ്പിച്ച് ജില്ലകൾ തോറും, അല്ലെങ്കിൽ മണ്ഡലങ്ങൾ തോറും, അല്ലെങ്കിൽ താലൂക്കുകൾ തോറും സംഘടിപ്പിച്ച് പ്രശ്നപരിഹാരത്തിന് പാവപ്പെട്ട ജനങ്ങളുടെ, സാധാരണക്കാരായ മനുഷ്യരുടെ, സ്ത്രീകളുടെ, രോഗത്താൽ ബുദ്ധിമുട്ടുന്നവരുടെ ഒക്കെ തന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു ശ്രമം തീർച്ചയായിട്ടും നടത്താവുന്നതാണ് UDF സർക്കാരിന് എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. തീർച്ചയായിട്ടും അതിനൊക്കെ തന്നെ എല്ലാവിധ പിന്തുണയും ഒക്കെ തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ചും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടാകും എന്ന കാര്യം കൂടി നമ്മൾ ഉറപ്പ് പറയുന്നു ഈ ഒരു അവസരത്തിൽ. അത് വിളിച്ച് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്ന ആ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന് നന്ദി കൂടി ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ്.